ശ്രുതി സാമുൽ. അതെ, ഞാൻ മീര മോഹൻദാസ്, ASP. ഇത് SP നന്ദകുമാർ. ഹലോ സർ. ഞങ്ങൾക്ക് ഭർത്താവിനെ അറിയാം, ഇദ്ദേഹത്തിന് ശ്രുതിയുടെ ഫാദറിനെ. ഞങ്ങൾ വന്നത് ഒരു വിവരം അറിയാനാ. ഒരു കിരണിനെ അറിയോ? ഒരു ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന. അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ഈ അടുത്തെങ്ങാനും നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടിരുന്നു. എന്നായിരുന്നു അത്? ഒരു 2 ആഴ്ചക്ക് മുന്നേ. എവിടെ വെച്ച്? സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് വെച്ച്. എത്ര മണിക്ക്? രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ. പിന്നീട് അയാളെ ഫോണിൽ വിളിച്ചോ? ഇല്ല. പ്ലീസ് കം. ആദ്യം നിങ്ങൾ അയാളെ വിളിക്കുകയായിരുന്നോ അതോ അയാൾ നിങ്ങളെ വിളിക്കുകയായിരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്താണ് സംസാരിച്ചത്? കോളേജിലെ പഴയ കാര്യങ്ങളൊക്കെ. എത്ര തവണ വിളിച്ചു? കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു 5-6 പ്രാവശ്യം. ഏറ്റവും ഒടുവിൽ എന്നാ സംസാരിച്ചു? അതാ ഫോണിൽ നോക്കി അറിയാലോ. വേണ്ട, 13-ാം തീയതി ബുധനാഴ്ച. ആ സമയത്ത് അയാൾ എവിടെയെങ്കിലും പോകുന്നതായി പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ സർ? കഴിഞ്ഞ 18-ാം തീയതിക്ക് ശേഷം അയാളെ കാണാനില്ല. ഹീസ് മിസ്സിംഗ്. നിങ്ങൾ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നറിയാനാ ഞങ്ങൾ വന്നത്. നോ സർ. അയാൾ ഇനി വിളിച്ചാ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കും സർ. നിങ്ങൾ അയാളെ കണ്ട കാര്യം നിങ്ങളുടെ ഭർത്താവിനറിയോ? നോ. അതെന്താ പറയാഞ്ഞേ? ഒരു ക്ലാസ്മേറ്റിനോട് സംസാരിച്ചത്, പ്രത്യേകിച്ച് എന്ത് പറയാനാ? സൗഹൃദത്തിൽ കൂടുതലായ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നോ? ഇല്ല സർ. ഈ കിരണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഇതെന്റെ വിസിറ്റിംഗ് കാർഡ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്തു തോന്നുന്നു? ശ്രുതി പറഞ്ഞതൊക്കെ സത്യമായിട്ടാ എനിക്ക് തോന്നിയേ. എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. 2 പോലീസുകാർ അന്വേഷിച്ച് ചെന്നാൽ ആരായാലും പരിഭ്രമിക്കില്ലേ? എന്നാലും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആര് പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കരുത്. ശ്രുതി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. റോണിഷയല്ലേ? അതെ, ഞാനാ വിളിച്ചേ. ഓ ഇരിക്കൂ. നോ താങ്ക്സ്. ഇത് ഫിനാൻസ് കമ്പനിയല്ലേ? അതെ, ഞാനിവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാ. ഗുഡ്. ഞാൻ മീര മോഹൻദാസ്, ASP. ഇദ്ദേഹം SP നന്ദകുമാർ. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലല്ലോ പോലീസാണെന്ന്. പേടിക്കണ്ട, ഞങ്ങൾ വന്ന ഒരു വിവരം അറിയാനാ. നിങ്ങളൊരു ക്ലാസ്മേറ്റ് ഇല്ലേ, ഒരു കിരൺ? കഴിഞ്ഞ 2 ആഴ്ച അയാളെ കാണാനില്ല. നിങ്ങൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും അറിയാവോന്ന് അറിയാനാ ഞങ്ങൾ വന്നേ. കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഞാനവനെ കണ്ടിട്ടില്ല. അവൻ ആളെങ്ങനെയാ? അവൻ കോളേജ് സ്റ്റാർ ആയിരുന്നു, വെരി ഹാൻസം. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അയാൾക്കിപ്പോൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ? ഉണ്ടായിരുന്നു, പക്ഷെ ഞാനോ കൂട്ടത്തില്ല കേട്ടോ. അതെന്താ? അയാളുടെ പെരുമാറ്റം നല്ലതാണേലും സ്വഭാവം നന്നായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാ? ആരോടും ആത്മാർത്ഥതയില്ല. അടുക്കുന്നവരെല്ലാം ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കും. ഏതോ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അയാൾ നാട് വിട്ടെന്ന് കേട്ടല്ലോ. അതിനുള്ള സെൻസിറ്റിവിറ്റി എന്തായാലും അവനില്ല. അയാൾക്ക് അടുപ്പമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഒരു ശ്രുതി സാമുവൽ? അവളോട് ഭയങ്കര സിൻസിയർ ആയിരുന്നില്ലേ? ഞങ്ങൾ അങ്ങനെയാ കേട്ടത്. അങ്ങനെയാ ശ്രുതിയും വിചാരിച്ചേ. പക്ഷെ അവസാനം അവൾക്ക് കാര്യം മനസ്സിലായി. അന്നേരം അവള് വഴക്കിട്ട് പിരിഞ്ഞേ. എന്തായിരുന്നു കാരണം? അതറിയില്ല. സ്റ്റഡി ലീവിന്റെ സമയത്തായിരുന്നു അത്. അതുവരെ വലിയ അടുപ്പമായിരുന്നു. അവര് ശരിക്കും ലവേഴ്സ് ആയിരുന്നു. കോളേജിൽ എല്ലാവർക്കും അറിയുന്ന കാര്യാ. ഈ ശ്രുതി ആളെങ്ങനെയാ? അവള് നല്ല കുട്ടിയാ. എന്ത് വലിയ പണക്കാരന്റെ മോളാ. അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. അതേ പിന്നെ നിങ്ങൾ ശ്രുതിയോട് സംസാരിച്ചിട്ടില്ല? പിന്നെ എക്സാം അല്ലായിരുന്നോ? കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ അവളൊരു ഡോക്ടറിനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് പോയിരുന്നോ? കല്യാണത്തിന് കിരൺ വന്നിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അവനെ മാത്രം കല്യാണത്തിന് വിളിക്കാതിരുന്നേ. അവന്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് വെറുപ്പായിരുന്നു. ശരി, കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. ശരി. ശ്രുതി നമ്മളോട് നുണ പറഞ്ഞല്ലോ. അതിലിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ. പഴയ കാമുവിനെ കുറിച്ച് ചോദിച്ചാ വെറും സുഹൃത്തുന്നല്ലേ ആരായാലും പറയും. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ 6 മാസത്തിന് ശേഷം അയാളെ എന്തിന് നേരിട്ട് ഫോണിൽ വിളിച്ചു? പിറ്റേ ദിവസം എന്തിന് നേരിട്ട് കണ്ടു? എന്തുകൊണ്ട് ഇതെല്ലാം ഡോക്ടറിൽ നിന്ന് മറച്ചു വെച്ചു? അങ്ങനെ നോക്കിയാ അവര് തമ്മിൽ ഇപ്പോഴും എന്തോ ബന്ധമുണ്ട്. പല പെണ്ണുങ്ങളും പഴയ കാമുവിനെ മറക്കാറില്ലല്ലോ. ആ ബന്ധം അതിരുവിട്ടതാണെങ്കിലോ?
അങ്ങനെയാണെങ്കിൽ കിരണിനെ കൊല്ലാൻ കാരണമുള്ള ഒരാളാവും ഡോക്ടർ. കറക്റ്റ്. പക്ഷെ അയാൾ അങ്ങനെ ചെയ്യോ? കണ്ടെടുത്തോളം അയാൾ അത്ര ഒരാളല്ല. അങ്ങനെ തീർത്തു പറയുകയും വേണ്ട. ചീത്ത മനുഷ്യരല്ല എല്ലാ കൊലപാതകങ്ങളും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം സസ്പെക്ട്സാണ്. നിരപരാധിയാണെന്ന് ഉറപ്പ് വരുത്തും വരെ ഒരാളെയും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കരുത്. ശ്രുതിയും കിരണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബന്ധം ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. നമ്മുടെ ടീമിനെ വിളിക്കും. ഡോക്ടറുടെയും ഭാര്യയുടെയും എല്ലാ ഫോൺ റെക്കോർഡ്സും ചെക്ക് ചെയ്യാൻ പറയും. ഡോക്ടർ ഏതൊക്കെ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയണം. ഹോസ്പിറ്റൽ റെക്കോർഡ്സും ചെക്ക് ചെയ്യണം. സർ, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നു. സർജന്റെ അഭിപ്രായത്തിൽ രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ടാണ് മരണം നടന്നിരിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ എവിടെയായിരുന്നു എന്ന് നമുക്കറിയണം. അത് അന്വേഷിച്ചോ? ഓ സർ, കൊല നടന്ന ദിവസം, അതായത് 18-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ ഡോക്ടർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കൺഫേം ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പോകാൻ സാധ്യതയുള്ള റൈഫിൾ ക്ലബ്ബിലാണ്. അന്നേ ദിവസം ഡോക്ടർ അവിടെയും ചെന്നിട്ടില്ല. അത് മാത്രമല്ല സർ, അദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിക്കാനും ചെന്നിട്ടില്ല. ലെറ്റ്സ് ഹാവ് എ കോഫി. ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയോ? അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ ഡോക്ടറുടെ സെൽഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. സർ, ധാരാളം രോഗികളുള്ള ഒരു ഡോക്ടർ ഇത്രയും സമയം സെൽഫോൺ അങ്ങനെ ഓഫാക്കി വെക്കൂ? അത് തന്നെ സംശയകരമല്ലേ? ദാറ്റ്സ് റൈറ്റ്. അത് മാത്രമല്ല, കഴിഞ്ഞ മാസം ഒരൊറ്റ ലീവ് പോലും എടുക്കാത്ത ആളാണ് ഡോക്ടർ അരുൺ. പക്ഷെ ഭാര്യ കാമുകനെ കാണാൻ പോയ ദിവസം കൃത്യമായി ഡോക്ടർ ലീവ് എടുത്തു. അത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. താങ്ക്സ്. എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ഭാര്യ ഒന്നുകൂടെ ചോദ്യം ചെയ്യണം. യെസ്. സോറി, ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതിയും 16-ാം തീയതിയും ഡോക്ടർ ലീവ് എടുത്തിരുന്നോ? എന്തിനായിരുന്നു? ചെന്നൈക്ക് പോവാൻ. ഡോക്ടർ എന്തിനാ ചെന്നൈക്ക് പോയത്? അവിടെ US കോൺസുലേറ്റിൽ പോയതാ. ഡോക്ടറിന് USA നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്ന താല്പര്യം. സ്കോളർഷിപ്പിൻ്റെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പോയതാ. കഴിഞ്ഞ 18-ാം തീയതി രാത്രി നിങ്ങളുടെ ഭർത്താവ് എവിടെയായിരുന്നു? അതായത് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ആലോചിച്ച് പറഞ്ഞാൽ മതി. അന്ന് വൈകുന്നേരം പതിവ് പോലെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയിരുന്നു. പിന്നീട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നാ പറഞ്ഞത്. ഏത് ഫ്രണ്ട്സ്? അത് ചോദിച്ചില്ല. എന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? അതറിയില്ല, ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പോ ഡോർ ആരാ തുറന്നു കൊടുത്തേ? ഒരു കീ എപ്പോഴും ഡോക്ടറിൻ്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ കിരണിനെ കാണാൻ പോയ ദിവസം ഡോക്ടർ ലീവ് ആയിരുന്നില്ലേ? അല്ല, ജോലിക്ക് പോയിരുന്നു. ഉറപ്പാണോ? അതെ. ശരി. ഓക്കെ.